ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹി കൃഷ്ണനോടും കൺമണിയോടും പറയുന്നുണ്ട്, മാനസെ സസ്പെൻഡ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. കൃഷി ചോദിക്കും, ഞങ്ങൾ എന്ത് സൂക്ഷിക്കാനാ, ഞങ്ങളെ ഇവിടുത്തെ രാജാവും രാജ്ഞീവാ. മഹിക്ക് കാര്യം മനസ്സിലാവില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ കൃഷി വിശദീകരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. കൺമണി ആ ഡിസൈൻ മഹിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഡിസൈൻ മഹിക്ക് ഒരുപാട് ഇഷ്ടമാവും. ഡിസൈനും കൊണ്ട് മഹി അവിടെ നിന്ന് പോകുമ്പം കേണലിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. കേണല് ദേവ്ജിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഡിസൈൻ തൻ്റെ കയ്യിൽ എത്തിയാൽ മതിയായിരുന്നു, എനിക്കെന്തോ അവൻ അത് അവിടെ എത്തിക്കില്ല എന്ന് ഒരു തോന്നല്. അത് കേൾക്കുമ്പോൾ ദേവ്ജിക്കും ചെറിയൊരു ടെൻഷനാവും. എന്തേലും പണി വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. ഭാഗ്യശ്രീയെ സുമിത്ര കൊണ്ട് ഒരു മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. ശരിക്കും പെട്ടുപോയ അവസ്ഥയാണ് ഭാഗ്യശ്രീക്ക്. ഇനി ഭാഗ്യശ്രീക്ക് പുറത്ത് കടക്കാൻ പറ്റുമോ, സാഗറിനെ സത്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഭാഗ്യശ്രീ സൈലന്റ് ആയിട്ട് നിന്ന് കളിക്കുന്നതായിരുന്നു ബുദ്ധി. എന്തായാലും സുമിത്രയുടെയൊക്കെ സ്വഭാവം ഭാഗ്യശ്രീക്ക് അറിയുന്നത് തന്നെയാണ്. ഇവരെന്തുകൊണ്ട് നേരത്തെ ഭാഗ്യശ്രീയെ പൂട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സുമിത്രയുടെയൊക്കെ സ്വഭാവം വെച്ച് നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഭാഗ്യശ്രീയെ അപകടപ്പെടുത്താൻ പോലും നോക്കിയ ആളെ സുമിത്രയെന്ന് ഭാഗ്യശ്രീക്ക് നന്നായിട്ട് അറിയാം. വരുൺ അനിരുദ്ധനോട് പറയുന്നുണ്ട്, കൺമണി ജീവിതത്തിൽ ഒറ്റ പടം മാത്രം വരച്ചാൽ മതി, എൻ്റെ പടം. അവളെ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവളെ ഞാൻ തീർക്കും. ഇതൊന്നും അറിയാതെ കൃഷ്ണൻ കൺമണിയും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. മഹി വരുമ്പം അവൻ്റെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ തട്ടിയെടുക്കാൻ അനിരുദ്ധൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് സാധിച്ചാൽ കഥ ഏത് രീതി മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. അതിന് സാധിക്കാതെ ഇരിക്കട്ടെ. അതിനു മുമ്പ് തന്നെ ദേവ്ജി എന്തെങ്കിലും മനസ്സിൽ കണ്ട് കാര്യമായ ഒരു ഇടപെടൽ നടത്തിയാൽ നല്ലതായിരിക്കും. ഈ ശനിയാഴ്ചയും സൂപ്പർ കൺമണിയുടെ മെഗാ എപ്പിസോഡ് വരുന്നുണ്ട്. അന്നായിരിക്കും മിക്കപ്പോഴും ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അമ്മായിമാർ ധനലക്ഷ്മിക്ക് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ധനലക്ഷ്മി സ്വർണ്ണം എടുത്തുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ല. അങ്ങനെ ധനലക്ഷ്മി സ്വർണം പണവും കൊടുക്കുമെന്ന് തോന്നുന്നില്ല. നോക്കാം എന്താ സംഭവിക്കാന്ന്. ആ ഡിസൈൻ ഒരു കാരണവശാലും മാനസയുടെയോ അനിരുദ്ധിന്റെ ഒന്നും കയ്യിലെത്താൻ പാടില്ല. ദേവ്ജിയുടെ കയ്യിൽ തന്നെ എത്തണം. മാനസയുടെ ഒരു പ്ലാനും നടക്കരുത്. ഈ ഡിസൈൻ ശങ്കർമോഹന്റെ കയ്യിലെത്തിയ അതുകൊണ്ട് കൺമണിക്ക് നല്ല ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കണം. പിന്നെ ആകെ ഒരു വിഷമം ഭാഗ്യശ്രീയുടെ കാര്യം ഓർത്തിട്ടാണ്. അവൾ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുമെന്ന് കാത്തിരുന്ന് കാണാം.